ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നീറ്റ് സ്ട്രീറ്റ്സ്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ മീൻ കറിയാണ്. മീൻ വേവിച്ചതെന്ന് പറയുന്നു, മീൻ പറ്റിച്ചത്, മീൻ കറി എന്നൊക്കെ പറയും. അപ്പോൾ ഇന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടത് ഞാനിവിടെ എടുത്തിരിക്കുന്ന നല്ല ദേശക്കട്ടിയുള്ള 1/2 കിലോ മീനാണ്. ഞാനത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിരിക്കുകയാണ്. അത് പിന്നെ കറിവേപ്പില, വെളുത്തുള്ളി, ഉള്ളി, ഇഞ്ചി, മുളക് പൊടി, എരിവില്ലാത്തത്, എരിവുള്ളത്, മഞ്ഞൾപ്പൊടി, കടുക്, ഉലുവാപ്പൊടി. ഇത് പിന്നെ നമുക്ക് അത്യാവശ്യമുള്ള പുളി വെള്ളം തിളപ്പിച്ചിട്ടാണ് ഇടുന്നത്, പുളി ഇടുകയല്ല. പുളിയുടെ ഒരു 5 പുളി കഷ്ണം കുടംപുളി എടുത്തിട്ട് വെള്ളം നമ്മൾ മീൻകറി കുറുകാൻ പാകത്തിനുള്ള ആവശ്യത്തിനുള്ള വെള്ളം എടുത്ത് അത് തിളപ്പിച്ച് നന്നായിട്ട് പറ്റിച്ച് ആ വെള്ളം മാത്രമാണ് മീൻകറിയിലേക്ക് ഒഴിക്കുന്നത്. നമുക്ക് ആദ്യം അരപ്പ് മൂപ്പിക്കാം. നമ്മൾ ഒരു ചീഞ്ചട്ടിയിൽ അതിൽ അല്പം എണ്ണ ഒഴിച്ച് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അത് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ കടുക്, ഉലുവ ഇതെല്ലാം ഇട്ട് പൊട്ടിക്കും. നമ്മൾ പുളിയുടെ വെള്ളം ഒരു 10 മിനിറ്റ് പുളിവെള്ളം നന്നായി പുളിയുടെ അംശം ഇറങ്ങാൻ വേണ്ടി നമ്മൾ അത് തിളപ്പിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അത് നമുക്ക് ഇത് അരപ്പ് മൂക്കുമ്പോഴേക്ക് ഇടാം. നമ്മൾ ചട്ടി തന്നെയാണ് വെക്കുന്നത്, അരപ്പ് നമ്മൾ ഇതിൽ വെക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളൊക്കെ ചട്ടി തന്നെത്താനായിട്ട് വഴറ്റി എല്ലാം ചെയ്യും. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് പുളിയെല്ലാം ഒഴിക്കാൻ വേണ്ടി എളുപ്പത്തിന് നമ്മളിതിങ്ങനെ ചെയ്യുക. കടുക് 1 ടീസ്പൂണ്. ഇനി അതിൻ്റെ കടുക് പൊട്ടിക്കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവ ഇട്ടു. അതും കൂടി ഒന്ന് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ അതിലേക്ക് വെളുത്തുള്ളി ഒരു നമുക്ക് മീൻകറിക്ക് എപ്പോഴും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇച്ചിരി മുന്നിൽ നല്ലതാണ്. വെളുത്തുള്ളി ഒരു 10 അല്ലി, ഇഞ്ചി ഒരു ചെറിയ ഒരു 3/4 ഇഞ്ചിൻ്റെ നീളത്തിലുള്ള ഒരു ഇഞ്ചി കഷ്ണം, അത് നീളത്തിലിങ്ങനെ അരിഞ്ഞത്, അത് പിന്നെ കറിവേപ്പില ഇത്രയും ഇട്ട്. ചിലയിടത്ത് പച്ചമുളക് ഇടും. പച്ചമുളക് ഇടുന്നവർക്കിടാവും. അതനുസരിച്ച് നമ്മൾ മുളക് പൊടിയുടെ എരിവ് കുറയ്ക്കണം. ഇതെല്ലാം കൂടി ഇച്ചിരി നന്നായിട്ട് വഴണ്ടി വന്നു കഴിയുമ്പോൾ ഉള്ളി ഇട്ടു. ഉള്ളി നമ്മൾ ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ ഇച്ചിരി വലുപ്പത്തിലാണ് വരുന്നത്, ചെറുതായിട്ടല്ല, ഇച്ചിരി വലുപ്പത്തിൽ. അതൊരു 10 വലിയ ഉള്ളിയാണല്ലോ ഇപ്പോൾ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു വലുപ്പം അനുസരിച്ച്, ഇല്ലാതെ നമ്മൾ 1/2 കിലോ എടുത്തതിൻ്റെ അളവാണ് ഇപ്പോൾ പറയുന്നത്. കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് ഒരു ശകലം ഉപ്പിട്ട് നമുക്ക് പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഇത് അത്ര ബ്രൗൺ ഒന്നും ആവണ്ട, ചെറുതായിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയത് അതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊരു ഇതായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ബാക്കി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. മഞ്ഞൾപ്പൊടി ഞാൻ 1/2 ടീസ്പൂൺ എടുത്തേക്കുന്നത്. ഞാനിപ്പോൾ 1/2 കിലോ വയ്ക്കാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടി ഉപ്പും പരട്ടി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ 1/2 ടീസ്പൂൺ എടുത്തത്. ഇപ്പോൾ മീനൊക്കെ കിട്ടാൻ കുറവ്, അപ്പോൾ നമ്മൾ വറക്കാനുള്ളത് എടുത്തിട്ട് അത് ഫ്രിഡ്ജിലാക്കിയപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അങ്ങ് വെക്കുകയാണ് ചെയ്തത്. പച്ചമീൻ നമ്മൾ കഷ്ണം നമുക്ക് ഫ്രഷായിട്ട് മേടിക്കുന്ന മീൻ കഷ്ണം ഇട്ട് നമ്മൾ മീൻ കറി വയ്ക്കാം. ഇതിലേക്ക് നമ്മൾ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി 2 ടേബിൾ സ്പൂൺ. നല്ല കുഴമ്പായിട്ട് നമുക്ക് ഇതായിട്ട് കിട്ടും. നമ്മുടെ ഗ്രേവി അനുസരിച്ച് എരിവ് കുറവുള്ളവർക്ക് കാശ്മീരി കൂടുതൽ ചേർത്ത് 2 ടേബിൾ സ്പൂൺ കാശ്മീർ, 2-2.5 ടേബിൾ സ്പൂൺ നല്ല ഇതായിട്ട് കിട്ടാൻ വേണ്ടി അത് 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ഇട്ടു. ഉലുവാപ്പൊടി ഇങ്ങനെ ചേർക്കുമ്പോൾ കുറച്ചും കൂടി മീനിനൊരു കുറച്ചും കൂടി ടേസ്റ്റ് നമുക്ക് കൂടുതൽ തോന്നും. അങ്ങനെ അതും കൂടി ഇട്ട് നമ്മൾ ഇച്ചിരി കുഴമ്പാക്കി വെച്ചതിന് ശേഷം നമ്മൾ ഈ ഉള്ളി എല്ലാം കൂടി വഴറ്റി അതിലേക്ക് ഇടുക. ഇത് നന്നായിട്ട് മൂത്ത് വന്നു. ഇതിലേക്ക് ഞാൻ അരപ്പെല്ലാം ഞാൻ പറഞ്ഞ അരപ്പെല്ലാം കൂടി ഇട്ട് ശകലം വെള്ളം ഒഴിച്ച് ഇങ്ങനെ കുഴമ്പാക്കി വെച്ചിരിക്കുക. നമ്മൾ ഈ ഒരു ഇതിലേക്ക് നമ്മൾ ഇടുക. അരപ്പ് ഇട്ടു. അരപ്പും കൂടി കൂട്ടിയിട്ട് ഇനി അരപ്പ് നന്നായിട്ട് മൂക്കണം, എണ്ണ തെളിയണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അരപ്പ് ശകലം വെള്ളം ഒഴിച്ച് അത് മൂക്കാൻ വേണ്ടി വെച്ചിരിക്കുക. അപ്പം നമ്മൾ ഈ ചീഞ്ചട്ടിയിൽ ഇങ്ങനെ ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മൾ ചട്ടി വെച്ച് കടുക് ഉലുവയും ഇട്ട് കഴിയുമ്പോഴേക്കും നല്ല പുക വരും. അപ്പോൾ പിന്നെ സിമ്മാക്കി ഇടണം. പിന്നെ നമ്മൾ മുളകും ഇതെല്ലാം പെട്ടെന്ന് എല്ലാം പെട്ടെന്ന് മൂത്തങ്ങ് ഇതാവും.
ചട്ടി വയ്ക്കാം, അങ്ങനെ വെക്കുന്നവർ ഉണ്ട്. ഞാനിവിടെ ഇങ്ങനെ ചീഞ്ചട്ടിയിൽ ഇങ്ങനെ വയ്ക്കാം. അപ്പോൾ ഇതാകുമ്പോൾ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് ആ ചട്ടിയിലേക്ക് ഇട്ട് പെട്ടെന്ന് മീനും എല്ലാം കൂട്ടി ആ പുളിയുടെ വെള്ളം ഒഴിച്ച് നമുക്ക് മൂടി വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പുളിയുടെ വെള്ളം നന്നായിട്ട് ഇതേപോലെ നമ്മുടെ കട്ടൻ ചായയുടെ ഒക്കെ രീതിയിൽ ഇങ്ങനെ കട്ടൻ കാപ്പിയെ പോലെ നല്ലതായിട്ട് ഇറങ്ങി വന്നു. ഈ പുളിവെള്ളമാണ് ചേർക്കുന്നത്. നമ്മൾ ചീഞ്ചട്ടി നന്നായിട്ട് മൂത്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ചട്ടിയിൽ നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു. ഇതുപോലെ ഇങ്ങനെ ഒറ്റ ഇതായിട്ട് വന്നു. നമ്മളിത് ഇനി ചട്ടിയിലേക്ക് മാറ്റുക. നമ്മൾ ഇങ്ങനെ ചീഞ്ചട്ടിയിൽ ഇങ്ങനെ വഴറ്റിയതിന് ശേഷം നമ്മൾ ചട്ടി ഇങ്ങനെ ഇതുപോലെ നല്ലതായിട്ട് കഴുകിയ ചട്ടിയിൽ നമ്മൾ കറിവേപ്പില കുറച്ച് തണ്ട് ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് ചട്ടി അടിയിൽ പിടിക്കാതെ പെട്ടെന്ന് നമുക്ക് വെള്ളമൊക്കെ ചേർത്ത് നമുക്ക് മീൻ കറി ഉണ്ടാക്കാവുന്നതാണ്. ഞാനിപ്പോൾ അത് ഈ ചട്ടി ഇനി ചട്ടിയിലേക്ക് നമ്മുടെ അരപ്പും നമ്മുടെ പുളിവെള്ളവും എല്ലാം കൂടി ഒഴിക്കുക. നമുക്ക് മീൻ കറി എത്ര ലൂസാവുന്നോ അതനുസരിച്ച് പുളിവെള്ളം കൂട്ടി കൊടുക്കാം. നമ്മൾ മീനിൻ്റെ അളവ് കൂട്ടുന്നതനുസരിച്ച് ഞാനിപ്പോൾ പറഞ്ഞ അളവെല്ലാം കൂട്ടുക. കുറച്ചെടുക്കുന്നവർക്ക് അത് കുറച്ചെടുക്കാം. എരിവ് നല്ല മീൻ കറി എന്ന് പറഞ്ഞാൽ നല്ല എരിവൊക്കെ ഉള്ള നല്ല രുചിയായിട്ട് നമുക്ക് കപ്പയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, ചക്കയുടെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ്. നമ്മൾ എടുത്ത് വെച്ചിരുന്ന പുളിവെള്ളം എടുത്ത് ഇതിലേക്ക് ഒഴിച്ച് നമുക്കിനി കുറച്ചും കൂടി വെള്ളം ആവശ്യമാണെങ്കിൽ ഇതിലേക്ക് പുളിയുടെ ഇതിൻ്റെ അകത്തേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചിട്ട് വേണം ചട്ടിയിലേക്ക് ഇങ്ങനെ ഒഴിക്കാൻ. നമ്മൾ അരപ്പെല്ലാം കൂടി അങ്ങോട്ട് ഒഴിച്ച് ഗ്യാസിൽ വെക്കുകയാണ്. മീനിന് നന്നായിട്ട് വെള്ളം ഇറങ്ങും. അപ്പോൾ നമ്മൾ അതനുസരിച്ച് വെള്ളം ഒഴിക്കാവുള്ളൂ. നമ്മളിപ്പം ആ മീനെല്ലാം ഇട്ടു. അത് കഴിഞ്ഞിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഉപ്പ് നോക്കുക, പുളി നോക്കുക. അതനുസരിച്ച് ഉപ്പും പുളിയെല്ലാം കൂട്ടി കൊടുക്കുക. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. അപ്പോൾ എരിവും കുറയ്ക്കേണ്ടവർക്ക് കുറയ്ക്കാം, കുറച്ചും കൂടി കൂടുതൽ. ഇപ്പോൾ കറക്റ്റ് അളവിനാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. നമ്മുടെ മീൻ കറി റെഡിയായി. നല്ല തീയെല്ലാം ഓഫ് ചെയ്തു. നല്ല കപ്പയുടെ കൂടെയൊക്കെ നമുക്ക് ഒഴിച്ച് കഴിക്കാം. നല്ല കറക്റ്റായിട്ട് എരിവൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. എല്ലാവർക്കും ഒരുമാതിരി അറിയാം എന്ന് എനിക്കറിയാം. എന്നാലും എല്ലാവരും ഒന്ന് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Then press the bell icon to get the notification. Thank you.